ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരമായിട്ടോ. അപ്പോൾ കുട്ടികൾ മൂത്തോൾക്ക് നല്ല ഇഷ്ടമാണ് കോറ വരികയത്. അപ്പോൾ അത് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിനൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കേട്ടോ. അതൊക്കെ തേങ്ങ, വെല്ലം, ഇതാ രാഗിപ്പൊടി ഇട്ടത് അങ്കനവാടിയിൽ നിന്ന് കിട്ടണം കേട്ടോ. 10-15 വയസ്സായ കുട്ടികൾക്ക് കിട്ടുന്ന പൊടി കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ടച്ച് ഇടാം, ഞാൻ ഉള്ള കാരണം എടുത്തതാ കേട്ടോ. ആദ്യം നമുക്ക് വെല്ലം ഉരുക്കാൻ അടുപ്പത്ത് വെക്കാം കേട്ടോ. നമുക്ക് ആദ്യം ആ രാഗിപ്പൊടി ഒന്ന് അരിക്കാം കേട്ടോ. ഇതിന് നല്ല ഉമ്മി ഉണ്ടാവും. നമ്മളിത് അരിച്ചിട്ടെടുക്കുന്ന സമയത്ത് ആ ബെല്ലം അപ്പത്തിന് ഒരുങ്ങി കിട്ടുകയും ചെയ്യും. അരിച്ച രാഗിയിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കട്ട നല്ല ഇങ്ങനെ ഇളക്കിയ കട്ട കൊടുക്കണം കേട്ടോ. ഇതൊക്കെ വൈകുന്നേരം നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അത് കണ്ടോ, ബെല്ലം നല്ല ഉരുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ഇത് കോറയിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പം അരിച്ചിട്ട് ഒഴിക്കണം, ചിലപ്പോൾ കല്ലുണ്ടാവും വെല്ലത്തിൽ. ആവശ്യത്തിന് ഒഴിക്കുക. അടുപ്പത്ത് വെക്കാം കേട്ടോ. ഇത് കുറച്ചുണ്ട് തന്നെ, കോറ കുറച്ച് മതി കേട്ടോ. വേഗം നല്ല തോനാവും. അങ്ങനെ നമുക്ക് ആവശ്യത്തിന് കുത്തിച്ചത്. ഇത് നമുക്ക് കട്ടാകാതെ ഇങ്ങനെ ഇളക്കിയിട്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗം കട്ടാവുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് നല്ല കുറുകി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ ഫ്രണ്ട്സ്, അപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ കുറച്ചുകൂടി വെച്ചാൽ ഇതാ ബെല്ലം ഉരുക്കിയത് കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കണ്ട ബെല്ലം ഉരുക്കിയപ്പോൾ അതിനകത്ത് കിട്ടിയതൊക്കെ നമ്മൾ ബെല്ലം എപ്പോഴും ഒരുക്കിയ അരച്ചിട്ട് വെക്കണം കേട്ടോ. കണ്ടോ ഈ തേങ്ങ, നമ്മൾ തേങ്ങ എത്രയും കൂട്ടും അത്രയും രസം കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പുണ്ട് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലാകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം കുറച്ച് പൊടിയും കുറച്ച് തോന കേട്ടോ വെള്ളത്തിൽ കലക്കിയിട്ട് വേണം എടുക്കത്തൊക്കെ. പക്ഷേ വേഗം അടിപൊളിക്കും കേട്ടോ. പിന്നെ ഇത് മക്കൾക്ക് എത്രയും കൊടുക്കുന്നത് നല്ലതാണ്. ഇവിടെ മൂത്ത കുട്ടി തിന്നു, രണ്ടാമത്തോട് തിന്നാനൊക്കെ നല്ല പണിയാണ്. എന്നാലും കുറച്ചേടി ഞാൻ അവരെ വയറ്റിലാക്കും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.